മനോഹര തീരം. ആ തീരത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന പുഞ്ചക്കരിയിലാണ്. ഞാൻ തിരുവനന്തപുരത്തിൻ്റെ കുട്ടനാടെന്ന് പുഞ്ചക്കരിയെ പറയാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ആലപ്പുഴയിലെ കുട്ടനാടെന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്തായിരിക്കും? അവിടുത്തെ കായലും പച്ചപ്പും ഹരിതാഭയും ഒക്കെ ആയിരിക്കും. അത് തന്നെയാണ് ഒരു ഷാപ്പും. അത് തന്നെയാണ് നമ്മുടെ പുഞ്ചക്കരിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, ജമന്തി പൂക്കളും മഞ്ഞയും ഓറഞ്ച് നിറത്തിലുള്ള ജമന്തി പൂക്കളും സൂര്യകാന്തി പൂക്കളും എല്ലാം കൊണ്ട് നമ്മുടെ ഓണത്തെ വരവേൽക്കാനായിട്ട് നമ്മുടെ മിനി കുട്ടനാടും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഓണത്തപ്പനയും ഒക്കെ അത്തപ്പൂക്കളത്തിന് വേണ്ടിയിട്ട് നിറച്ച് ജമന്തി പൂക്കളാണ് ഇപ്പൊ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ മാത്രമല്ല, നമുക്ക് നോക്കിയാൽ അറിയാം ഫുള്ള് ജമന്തി പൂക്കളാൽ ഇവിടെ പുഞ്ചക്കരി നിറഞ്ഞിരിക്കുകയാണ്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് മനസ്സ് ശാന്തമാക്കാൻ പറ്റിയ ഒരിടമാണ് പുഞ്ചക്കരി. സൂര്യോദയവും സൂര്യാസ്തമയവും കണ്ട് നാടൻ കാഴ്ചകൾ കണ്ടുള്ള ഒരു പോക്കുണ്ടല്ലോ, അതാണ് പുഞ്ചക്കരിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒപ്പം അതിൻ്റെ ഭംഗി കൂട്ടുവാൻ ഒരു കന്നുകാലി തോടുമുണ്ട് ഇവിടെ. പാടത്തിന് നടുവിലൂടെയുള്ള മൺറോഡിലൂടെ പോകുമ്പോൾ ഇരുവശത്തും മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നെൽകൃഷിയും ആമ്പൽപ്പൂക്കളും താമരപ്പൂക്കളുമെല്ലാം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു കാരണവശാലും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നെൽകൃഷി, നെൽപ്പാടങ്ങൾ കണ്ടോ, അത് പാകം ഇപ്പൊ നട്ട് മുളച്ചു വരുന്നതേ ഉള്ളൂ, കതിരൊന്നും വന്നിട്ടില്ല. നമ്മള് പുഞ്ചക്കരി എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട് പുഞ്ചപ്പാടങ്ങള്. ആ പേരിനെ അനർത്ഥമാക്കും രീതിയിലാണ് ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, നല്ല വിശാലമായിട്ട് നിരന്നു കിടക്കുകയാണ് നമ്മുടെ പാടം എന്ന് പറഞ്ഞാൽ. അതിമനോഹരമായ നെൽപ്പാടങ്ങളും താമരപ്പാടങ്ങളുമുള്ള വെള്ളായണിയിലെ ഈ പ്രദേശം ആരെയും ഒന്ന് ആകർഷിക്കും. കൂടാതെ ഒരുപാട് മലയാള ചലച്ചിത്രങ്ങൾക്ക് മികച്ച ദൃശ്യഭംഗി പകർന്നു നൽകിയിട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ പുഞ്ചക്കരി. അതിൽ എടുത്തു പറയേണ്ട ചിത്രം നമ്മുടെ ലാലേട്ടൻ്റെ കിരീടം തന്നെ. തകർന്ന ഹൃദയവുമായി കിരീടത്തിലെ സേതുമാധവൻ ഇരിക്കുന്ന രംഗം മലയാളികളുടെ മനസ്സിൽ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴുമുണ്ട്. അതുപോലെ അന്നിരുന്ന ആ പാലവും പാടവും, അന്ന് ആ പാട്ടിൽ കണ്ട അതേ പാടവും പാലവും ഇന്നും ഇവിടെയുണ്ടെന്നതാണ് സത്യം. കിരീടം പാലമെന്നും തിലകൻ പാലമെന്നുമെല്ലാമാണ് നാട്ടുകാർ ഇതിനെ വിളിക്കുന്നത്. ഇതോടൊപ്പം തിരുവനന്തപുരത്തെ പ്രധാന ഫോട്ടോഷൂട്ട് സ്ഥലം കൂടിയാണ് ഇന്ന് പുഞ്ചക്കരി. സിനിമ സീരിയൽ ഷൂട്ടിങ്ങുകൾക്കും വെഡിങ് ഫോട്ടോഷൂട്ടുകളും സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടുകളും ഒക്കെ ഇന്ന് പുഞ്ചക്കരി ബിസിയാണ്. ഒപ്പം നാവിൽ കൊതിയൂറുന്ന കിടിലൻ വിഭവങ്ങൾ ഒരുക്കി പുഞ്ചക്കരി ഷാപ്പും ഇവിടെയുണ്ട്. മീൻ വിഭവങ്ങൾക്കാണ് ഇവിടം പേരു കേട്ടിരിക്കുന്നത്. കടൽ രുചികളും ശുദ്ധജല മത്സ്യങ്ങളും ഫ്രഷായി കറിവച്ച് തരുന്ന ഇവിടം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതോടൊപ്പം പക്ഷി നിരീക്ഷണത്തിനും പറ്റിയ ഒരിടം തന്നെയാണ് പുഞ്ചക്കരി. നാടൻ മൈനകളായ നാട്ടുമൈനയും കിന്നിരി മൈനയും ഒപ്പം ഡൗറിൻ മൈനയും ദേശാടന പക്ഷികളും എല്ലാം ഇവിടെ എത്തുന്നു. ഇതോടൊപ്പം ചെങ്കാലൻ പുള്ളും യൂറോപ്യൻ പുള്ളും മീശത്തത്തയും മോതിരത്തത്തയുമെല്ലാം ഇവിടെ എത്തുന്ന പക്ഷി പ്രേമികളുടെ ഫ്രെയിമിൽ പതിഞ്ഞിട്ടുമുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടാനുള്ള കാത്തിരിപ്പിലാണ് പുഞ്ചക്കരി. അതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുമുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ യാത്ര ചെയ്താൽ വെള്ളായണി കായലിന് സമീപമുള്ള പുഞ്ചക്കരിയിലെത്താം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നഗര തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് മനസ്സൊന്ന് ശാന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും പുഞ്ചക്കരി.